ഹലോ എവരി വൺ, എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് സിറ്റിസൺഷിപ്പായിട്ട് പോകുന്നവരും പെർമനൻറ്റ് റെസിഡൻസ് ആയിട്ട് പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയിൽ 50 സ്റ്റേറ്റാണ്. ഈ 50 സ്റ്റേറ്റിൽ ഒരു 10-15 സ്റ്റേറ്റിൽ നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അതൊരു കാര്യം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ എൻ്റർ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ താമസിക്കാനുള്ള എക്സ്പെൻസ് അറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് എത്ര രൂപ ആവും. അത് ഒരു 2 ആൾക്ക് അമേരിക്കയിൽ ഒരു മാസം താമസിക്കണമെങ്കിൽ ഡെയിലി എന്തുമാത്രം എക്സ്പെൻസ് വരും, അതുപോലെ തന്നെ മന്ത്ലി അത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരാൾക്ക് നല്ല രീതിയിൽ അവിടെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന പോലെ താമസിക്കണമെങ്കിൽ എത്ര രൂപ ആവുമെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ദേശത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു പ്രത്യേക ലൂപ്പിൽ കിടന്ന് കറങ്ങേണ്ടി വരും. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ഏതൊരാൾക്കും മികച്ച രീതിയിൽ താമസിക്കാൻ പറ്റിയൊരു സ്പേസാണ് അമേരിക്കയുടെ ബർത്ത് പ്ലേസായ ഫിലാഡൽഫിയയിൽ. ഫിലാഡൽഫിയയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഇൻകം മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അറൗണ്ട് $10,000 നമുക്ക് പർദീസയിൽ താമസിക്കുന്ന പോലെ ഫിലാഡൽഫിയയിൽ താമസിക്കാൻ പറ്റും. അമേരിക്കയിൽ ഒരു ലീഗൽ ഇമിഗ്രൻറ്റ് താമസിക്കുമ്പോൾ തന്നെ മന്ത്ലി എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്, ഡെയിലി എക്സ്പെൻസസ്, ഷോപ്പിംഗ്, ഫൈനലി ഹെൽത്ത് ഇൻഷുറൻസ്. പുതിയതായിട്ട് വരുന്ന ലീഗൽ ഇമിഗ്രൻ്റ് അമേരിക്കയിൽ വരുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിലും ആർത്തി കാണിക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ താമസിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു 6-7 വർഷം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും മേജർ ഇൻവെസ്റ്റ്മെൻറ്റിനും നമ്മൾ ഇറങ്ങിത്തിരിക്കരുത്. ജോലി ചെയ്യുക, കാശുണ്ടാക്കുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ആകാവുള്ളൂ. ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറയുവാണെങ്കിൽ അമേരിക്കയിൽ വേറെ ഏത് സ്റ്റേറ്റിൽ താമസിക്കുന്നതിനേക്കാട്ടിലും വളരെ എളുപ്പമാണ് ഫിലിയിൽ നമ്മൾ താമസിക്കുവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂബറും ടാക്സിയും ബസ് സർവീസും റെയിൽവേയും ഫ്ലൈറ്റ് സർവീസും ഒക്കെ ഈസിലി ആക്സസിബിൾ ആണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി വേണം. അപ്പം ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒരു വണ്ടിക്ക് വേണ്ടി ഒരു കാറിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വെഹിക്കിളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഫിലിയിൽ താമസിക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മന്ത്ലി നമുക്ക് ഒരു $1,000 അല്ലെങ്കിൽ $1,500 ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ഫിലിയിൽ താമസിച്ച് കഴിഞ്ഞാൽ നടന്നു പോകും. ഓക്കെ, അടുത്തത് ഡെയിലി എക്സ്പെൻസ്. നമ്മൾ അമേരിക്കയിൽ 2 പേർക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഡെയിലി $100 to $150 വേണം. അമേരിക്കയിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ. ഓക്കെ, അപ്പം ഒരു $1,000 മിനിമം 1 മന്ത് നമുക്ക് വേണം ഡെയിലി എക്സ്പെൻസസിന് വേണ്ടി. ഓക്കെ, നമ്മൾ താമസ സൗകര്യത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ അമേരിക്കയിലെ ഒരു പ്രൈം ലൊക്കേഷനിൽ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് കിടക്കണമെങ്കിൽ ഒരു $2,000 വേണം. ഈ $2,000 നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റും ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും നമ്മുടെ ഫോൺ ബില്ലും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം എറൗണ്ട് ഒരു $4,700 പെർ മന്ത് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ 2 പേർക്ക് നല്ല രീതിയിൽ അമേരിക്കയിൽ താമസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ മന്ത്ലി ഇൻകം ആഫ്റ്റർ ടാക്സ് ഒരു $5,000 $10,000 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫിലഡൽഫിയയിൽ താമസിക്കാൻ പറ്റും. പക്ഷേ നമുക്കിത് പറയാൻ എളുപ്പമാണ്, ഒരു $10,000 ഉണ്ടാക്കാൻ നല്ല പാടാണ് അമേരിക്കയിൽ. പലരും ഒരു ബിലോ $5,000 കിടന്ന് കറങ്ങുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവിടെ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ബർഡനും പലർക്കും വരുന്നത്. ഓക്കെ, അപ്പം 2 പേര് നല്ല രീതിയിൽ വർക്ക് ചെയ്താലെങ്കിൽ മാത്രമേ അമേരിക്കയിൽ ഒരു നല്ല രീതിയിൽ ഒരു കുടുംബം മുമ്പിലോട്ട് പോകത്തുള്ളൂ. അപ്പം ഈ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട്. അമേരിക്കയിൽ ഒരു $10,000 കിട്ടുന്നവരൊക്കെ ഒരു മിഡിൽ ക്ലാസ്സിലായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ അപ്പർ മിഡിൽ ക്ലാസ്സും റിച്ചായിട്ടൊക്കെ താമസിക്കണമെങ്കിൽ നമുക്ക് മാസ വരുമാനം ഒരു $20,000 $25,000 ഒക്കെ വേണം. അതുപോലെ തന്നെ അമേരിക്കയിൽ താമസിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സിൽ ഒരു മിനിമം ഒരു $15,000 കയ്യിൽ വേണം. ഇല്ലെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും സഹായിക്കാൻ കാണത്തില്ല. നിങ്ങൾ പിന്നെ ക്രെഡിറ്റ് കാർഡിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ലയബിലിറ്റി പെട്ട് അമേരിക്കയിൽ കിടന്ന് കറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ നാട്ടിൽ ജീവിക്കുവാണെങ്കിൽ നമുക്ക് രൂപ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമല്ല. നമുക്ക്
റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ട്. പക്ഷേ അമേരിക്കയിൽ ഞാൻ ദൈവത്തെ കണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. ഇതിലാണ് ഞാൻ ദൈവത്തെ കണ്ടത്. ഇതില്ലെങ്കിൽ ഒരു ദൈവവും വന്ന് നിങ്ങളെ സഹായിക്കത്തില്ല.